പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഖമാണോ കർത്താവിൻ്റെ മക്കളെ? ഈശോയുടെ മക്കൾക്ക് സുഖമാണെന്നും ആനന്ദമാണെന്നും ഈശോയുടെ എളിയദാസൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ള മക്കളെ, നമ്മുടെ നിയോഗ പ്രാർത്ഥന 10ാം ദിവസമാണ്. നിങ്ങളുടെ ഏറ്റവും വേണ്ടി വരുന്ന അത്യാവശ്യമായ 2 നിയോഗങ്ങളാണല്ലോ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് 43 ദിവസത്തേക്ക് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന. എൻ്റെ ഈശോയെ, അങ്ങ് ആഗ്രഹിക്കാതെ, അങ്ങ് നിയമിക്കാതെ, അങ്ങ് പ്രേരണ കൊടുക്കാതെ അങ്ങയുടെ മക്കൾ, സർവശക്തനായ ദൈവമേ, അങ്ങയുടെ മക്കൾ ഈ നിയോഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർ പ്രാർത്ഥന ഏറ്റെടുക്കുകയില്ല. വിശ്വസിക്കുന്ന കർത്താവേ, ഞാനത് പ്രഖ്യാപിക്കുന്ന കർത്താവേ, ഞാനത് സാക്ഷ്യപ്പെടുത്തുന്ന കർത്താവേ, എല്ലാം അങ്ങയുടെ നാമത്തിലാണ്, അങ്ങയുടെ പ്രവർത്തനങ്ങളിലാണെന്ന്. കർത്താവേ, ഈ നിയോഗം 41 ദിവസത്തെ നിയോഗം എടുത്തിരിക്കുന്ന മക്കൾക്ക് ദൈവമേ, അങ്ങ് അവരുടെ മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണമേ. വേദനയോടായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, പ്രായമായവരുണ്ട്, ജോലിക്ക് പോയിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ട്, പഠിച്ചിട്ടും ജോലി കിട്ടാത്തവരുണ്ട്, ഇൻ്റർവ്യൂകളെല്ലാം ഓരോന്നോരായി ഫെയിലാവുന്നവരുണ്ട്. ആരോട് പറയും കർത്താവേ, ആരോട് പറയും കർത്താവ്? അങ്ങാണ് ഞങ്ങളുടെ നിത്യവചനം. അങ്ങ് മാത്രമേ പിതാവിനെ ദർശിച്ചിട്ടുള്ളൂ. ആ തിരുമുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓ സർവശക്തരായ ദൈവമേ, പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വേദനയിലായിരിക്കുന്ന നിന്റെ മക്കള് ഇതാ കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വർഗത്തിലെ മലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മരിച്ച് സ്വർഗത്തിൽ പോയിരിക്കുന്ന ആത്മാക്കളോട് ചേർന്ന്, വിശുദ്ധരായ ആത്മാക്കളോട് ചേർന്ന് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ബഥേൽ മാതാവിൻ്റെ ടീം മെമ്പേഴ്സ് സമർപ്പിക്കുന്ന പ്രാർത്ഥന. കർത്താവേ, വേദനിക്കുന്നവർക്കൊരു ആനന്ദമാകട്ടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ. കർത്താവേ, വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കള്, വലിയ ആർത്തിയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കള്, അവിടുന്ന് കരുണയായിരിക്കണം കർത്താവേ, അവിടുന്ന് കരുണയായിരിക്കണമേ. ഏറ്റവും വലിയ കരുണയുടെ കടലാണ് സിസ്റ്റർ പൗസ്റ്റീന എന്ന് ഞങ്ങൾ പഠിക്കുന്നു. ആ സിസ്റ്റർ പൗസ്റ്റീന എപ്പോഴും പറയുന്നു, യേശുവാണ്, അങ്ങാണ് ഏറ്റവും വലിയ കരുണയുടെ കടലെന്ന്. പൗസ്റ്റീന എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈശോയാണ് ഏറ്റവും വലിയ കരുണയുടെ കടലെന്ന്. പാവങ്ങളുടെ മേൽ കരുണയായിരിക്കും നല്ല ദൈവമേ. വേദന അല്ല ആയിരിക്കുന്ന മക്കളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമേ. കഷ്ടപ്പെടുന്നവരുടെ മേൽ കരുണ കാണിക്കുന്ന കർത്താവേ, ഞാൻ കണ്ടിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ, എനിക്കറിയില്ല, എൻ്റെ ദൈവം എന്നെ എങ്ങും വിടാറില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞാലും ആൾത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ദൈവം എങ്ങോട്ടും കൊണ്ടുപോവാറില്ല. കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു അനുതാപം കിട്ടാൻ വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട് ദൈവമേ, അങ്ങല്ലേ ഞങ്ങളെ നിയോഗിക്കുന്നത്, ശക്തി നൽകുന്നത്. അതിനുശേഷമുള്ള കുമ്പസാരവും സാധിക്കുന്നിടത്തോളം മുട്ടുത്തിയടയിലും കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു ചെന്ന് എൻ്റെ മക്കളെ ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മാത്രം എനിക്ക് വേളാങ്കണ്ണി മാതാവിനെ കാണാൻ സാധിച്ചു. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിലുള്ള മാതാവ് തന്നെ. എന്നാൽ ഒരു നല്ല, ഞാൻ ഈ ലോകത്ത് ഇതുപോലെ ഒരു കരുണയുള്ള, ഇതുപോലെ ഒരു പാവപ്പെട്ട, ഇതുപോലെ ഒരു പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരമ്മ, അമ്മ ഇടയ്ക്ക് മാത്രം എന്നെ നോക്കുന്നുവെങ്കിലും അമ്മയുടെ സന്നിൽ വേളാങ്കണ്ണി മാതാവ്, നമ്മൾ വോൾട്ടറിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റാച്ചുവിൻ്റെ താഴ്ത്ത് നിന്ന് ജനാഭിമുഖമായി ആരുമില്ല, അവിടെ ആരുമില്ല. ഞാനും ഏതൊരു കൂട്ടായ്മയിലുള്ള
ഒരു 2-3 പിള്ളേരും ഒരു ഒരു ഫാമിലിയോ ആരൊക്കെയോ, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ ആ തേജസ്സേറിയ പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം അത്രമാത്രം പാവങ്ങളെ സ്നേഹിക്കുന്ന അമ്മ, പാവങ്ങളുടെ വേദന കേൾക്കുന്ന അമ്മ, കഷ്ടപ്പെടുന്ന മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന അമ്മ, എല്ലാം സ്വീകരിക്കുകയാണ്, എല്ലാം കേൾക്കുകയാണ്. ഈ ലോകത്ത് ഞാൻ പറയും അതുപോലെ ക്ഷമയോടെ കേൾക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. സംസാരിക്കുന്നു, ഇടയ്ക്ക് എന്നെ നോക്കുന്നു. ദൈവമേ, എത്ര ചൈതന്യമാണ്, എത്ര അനുഗ്രഹമാണ്, എത്ര അഭിഷേകമാണ് ആ നിമിഷം. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കൃഷിയെ നൊന്ത് വേദനിക്കുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്, കരുണയായിരിക്കണമേ. പഠിക്കുന്ന എല്ലാ മക്കളും വഴിതെറ്റി പോകാതെ നല്ല രീതിയിൽ പോകുവാൻ, അവരുടെ സൽസ്വഭാവികളായി മാറുവാൻ ഇതാ മാതാപിതാക്കൾ നിയോഗ പ്രാർത്ഥന സമർപ്പിച്ചിരിക്കുന്നു. വിളിച്ചു പറയുന്നു, വോയിസ് ഇടുന്നു. അവർ അതിനു വേണ്ടിയിട്ടാണ്. പഠിച്ചിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവർ, യേശുവേ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഓ പരിശുദ്ധനായ ദൈവമേ, വേദനിക്കുന്ന സകല മക്കളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണേ കർത്താവേ. കൈകൾ നീട്ടി യാചിക്കുന്നു കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടി, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു കർത്താവേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, കലഹങ്ങൾ, മദ്യപാനം, ലഹരി മരുന്ന് ഉപയോഗിക്കൽ, MDMA പോലെയുള്ള ഉപയോഗിക്കൽ, ലക്ഷ്യങ്ങളില്ലാതെ നമ്മുടെ മക്കളുടെ യാത്ര കർത്താവെ കാണണമേ. മത്സ്യത്തൊഴിലാളികൾക്ക് പണിയെടുത്തിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ, ദൈവമേ നീ കാണണമേ. അവരുടെ കടൽ അനുഗ്രഹിക്കണമേ, അവരുടെ തൊഴിൽ അനുഗ്രഹിക്കണമേ കർത്താവേ. വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ബിസിനസ് നടത്തുന്ന മക്കള്, സമ്പത്ത് കൊടുക്കണമേ, ബിസിനസ്സിലോ നല്ലൊരു ഉയർച്ച കൊടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് കർത്താവേ, ഇന്നിപ്പോൾ ഗ്രാനൈറ്റിൻ്റെ വർക്കുകൾ ഇന്നത്തോടുകൂടി തീർത്ത് നന്ദി പറയുന്നു കർത്താവേ. മക്കളെ, ഞങ്ങൾ കർത്താവേ ബഥേൽ മാതാവിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇതാ കർത്താവേ ഈ നിയോഗ പ്രാർത്ഥന എടുത്തിരിക്കുന്ന സകല മക്കളും ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാവിയായ ബ്രദറിനും കുടുംബത്തിനും ധ്യാന കേന്ദ്രത്തിനും വരുന്ന ഈ 2-ാം തീയതിയിലത്തെ വൺഡേ ധ്യാനത്തിനും മാർച്ച് 13 താമസമുള്ള ധ്യാനത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ പരിശുദ്ധ അമ്മ വഴി, സർവരക്ഷകനായ ഈശോ വഴി, സർവശക്തനായ ദൈവം സ്വർഗം തുറന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. കടബാധിതയായി, ജപ്തി ഓർഡറുകളായി കഴിയുന്ന, എണ്ണി കഴിയുന്ന ഓരോ നിമിഷം കർത്താവെ, പരിശുദ്ധ ദൈവമാതാവ് രക്ഷകനായ ഈശോ, ഞാൻ കൈകൾ നീട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരേത് മതസ്ഥരായിരുന്നാലും കർത്താവെ, അവർ മനുഷ്യരാണല്ലോ കർത്താവെ, നിന്റെ മക്കളാണല്ലോ കർത്താവെ. കർത്താവെ, എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട അങ്ങയുടെ ആ കരം, കഷ്ടപ്പെടുന്ന ജപ്തി ഓർഡറുകളായി കടഭാരത്താൽ കഷ്ടപ്പെടുന്ന ഏത് മക്കളായാലും, അത് ഏത് മതസ്ഥരായിരുന്നാലും അവരെ ഒന്ന് സ്പർശിക്കണേ കർത്താവേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. ദിവസം വിശുദ്ധ കുർബാനയിലൂടെ അവർ ഓരോ ജീവിതം തുടരട്ടെ കർത്താവേ. അനുഗ്രഹിക്കണം. സ്തുതിക്കുക മക്കളെ, എല്ലാവരും സ്തുതിക്കുക, 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 ഹൃദയം തുറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാവിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.